ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. ഫിജി, ന്യൂസിലൻഡ്, തിമോർ ലെസ്തെ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യം ഫിജിയിലെത്തുന്ന രാഷ്ട്രപതി തലസ്ഥാന നഗരിയായ സുവയിൽ ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കും. ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചു. അർജുന്റെ കുടുംബാംഗങ്ങളുടെ ഉത്കണ്ഠയും ദുഃഖവും കർണാടക മുഖ്യമന്ത്രിയെ അറിയിച്ചതായും മുഖ്യമന്ത്രി എക്സിൽ അറിയിച്ചു. ഇന്ന് അർജുന്റെ വീട് സന്ദർശിച്ച മുഖ്യമന്ത്രി വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 221. ഇന്ന് വൈകിട്ട് വരെ നടത്തിയ തിരച്ചിലിൽ പരപ്പൻപാറയിൽ നിന്നും നിലമ്പൂരിൽ നിന്നുമായി 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് മാതൃകാ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. എല്ലാവരുടെയും പിന്തുണയോടെ സുരക്ഷിതമായ ടൌൺഷിപ്പ് രൂപത്തിലുള്ള പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മേഖലകളിലുമുള്ളവർ കൈകോർക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ തിരച്ചിലിനായി കൂടുതൽ മാർഗങ്ങൾ അവലംബിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. തിരച്ചിലിൽ പങ്കെടുക്കുന്ന 1382 വരുന്ന വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാരുമായി മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നു. നാളെ മുതൽ നടക്കേണ്ട പ്രവർത്തനങ്ങളുടെ പൊതു അജണ്ട യോഗത്തിൽ ചർച്ച ചെയ്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും പിന്തുണയ്ക്കും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. ദുരന്തത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതുപോലുള്ള ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കരുതെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. UDFിലെ എല്ലാ MLAമാരും 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ഇരകളായി മാറിയവരുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ UDFും പങ്കാളിയാകുമെന്നും അദ്ദേഹം എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ തിരച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ദുരന്ത മേഖലയിൽ നിന്നും ലഭിച്ച തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ DNA ശേഖരിച്ചിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ശേഖരിക്കുന്ന രക്തസാമ്പിളുകളും DNAകളും തമ്മിലുള്ള ചേർച്ച പരിശോധിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായ രേഖകൾ ലഭ്യമാക്കുന്നതിന് നടപടി തുടങ്ങി. SSLC, +2 സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ വിവരങ്ങൾ മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയം എന്നിവിടങ്ങളിൽ അറിയിക്കാം. ഇതിനായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്ത മലപ്പുറത്തെ പാണ്ടിക്കാട് നിന്നെടുത്ത വവ്വാൽ സാമ്പിളിൽ വൈറസിന്റെ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതായി മന്ത്രി വീണ ജോർജ്. പഴംതീനി വവ്വാലുകളിൽ നിന്നെടുത്ത 27 സാമ്പിളുകളിൽ 6 എണ്ണത്തിലാണ് ആന്റിബോഡി കണ്ടെത്തിയത്. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം സെമി ഫൈനലിൽ പ്രവേശിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 ബ്രിട്ടനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അതേസമയം ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സെമി ഫൈനലിൽ പുറത്തായി. ബോക്സിംഗിന്റെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലൊവ്ലിനെയും ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ ജസ്വിൻ ഓൾട്രിൻ യോഗ്യതാ റൌണ്ടിൽ പുറത്തായി. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ പാറുൽ ചൌധരിയും പുറത്തായത് ഇന്ത്യക്ക് നിരാശയേകി. ഇന്ത്യ-ശ്രീലങ്ക 2ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് 241 റൺ വിജയലക്ഷ്യം. ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ ഏകദിനം സമനില ആയിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. തിരുവനന്തപുരം ആര്യനാട് കരമനയാറ്റിൽ കുളിക്കാനിറങ്ങിയ 4 പേർ മുങ്ങി മരിച്ചു. പോലീസ് ഡ്രൈവറായ അനിൽകുമാർ, മകൻ അമൽ, ചേട്ടന്റെ മകൻ അദ്വൈത്, സഹോദരിയുടെ മകൻ ആനന്ദ് എന്നിവരാണ് മരിച്ചത്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടില്ല എന്നതൊഴിച്ചാൽ നാശനഷ്ടങ്ങൾ വലിയ രീതിയിലുള്ളതാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വിലങ്ങാട് ഉരുൾപൊട്ടിയ പ്രദേശങ്ങൾ മന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നു. ഒട്ടേറെ കൃഷിയിടങ്ങൾ നശിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.